ന്യൂസ് കണ്ടിട്ട് അമ്മയായ ഡോക്ടറായ എനിക്കൊരു വീഡിയോ ചെയ്യാതിരിക്കാനായിട്ട് തോന്നിയില്ല. കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ പാരൻസ് നിർബന്ധമായിട്ടും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നട്ട്സ്, ഗ്രേപ്സ്, പോപ്കോൺ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊടുക്കേണ്ട രീതിയിൽ മാത്രം കൊടുക്കുക. നട്ട്സ് കൊടുക്കുമ്പോൾ അതിൽ കപ്പലണ്ടി, കാഷ്യൂസ്, ആൽമണ്ട്സ്, പിസ്ത, അതെന്തോ ആവട്ടെ, എപ്പോഴും ചെറിയ ചെറിയ പീസസ് ആയിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് പൊടിച്ചോ മാത്രം കൊടുക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിളും ഒരിക്കലും വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കരുത്. എപ്പോഴും വെജിറ്റബിൾസ് നന്നായിട്ട് വേവിച്ച് നീളത്തിൽ അരിഞ്ഞ് മാത്രം കൊടുക്കുക. ഇനി ഗ്രേപ്സ് 4 മുറിച്ചോ 2 മുറിച്ചോ മാത്രം കൊടുക്കുക. ഇതൊക്കെ ഇവരുടെ ശ്വാസനാളത്തിൻ്റെ സൈസും ഈ പറയുന്ന ഫുഡിൻ്റെ സൈസും ഏകദേശം സിമിലർ ആയതുകൊണ്ട് ചോക്കിംഗ് എന്ന് വെച്ചാൽ ശ്വാസനാളത്തിൽ തടഞ്ഞ് ശ്വാസമുട്ടുണ്ടാക്കി മരണത്തിന് വരെ ഇടയാക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. ഈ രണ്ടാമതായിട്ട് പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചോക്കിംഗ് ഉണ്ടായാൽ എന്ത് ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് പഠിച്ചിരിക്കണം. അത് പാരൻസും ഗ്രാൻഡ് പാരൻസും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഇപ്പോൾ യൂട്യൂബിൽ ധാരാളം വീഡിയോസ് ഉണ്ട്. അത് കണ്ട് ഇന്ന് തന്നെ അതെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, അതാണ് ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ആ കുട്ടിക്ക് രക്ഷയുണ്ടാക്കും. അത് നിർബന്ധമായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. മൂന്നാമതായിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ 6 മാസം മുതലാണ് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയം തൊട്ട് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്നത് കുറുക്കാണ്. ചില അമ്മമാർ ആ കുറുക്ക് തന്നെ 1 വയസ്സും 2 വയസ്സും ഒക്കെ കൊടുത്ത് ശീലിപ്പിക്കും. അപ്പം മക്കൾ ഒരിക്കലും ചെയ്യാനായിട്ട്, ചവയ്ക്കാനായിട്ട് പഠിക്കില്ല. അപ്പം അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും അവരുടെ ഫുഡ് കൺസിസ്റ്റൻസി ഡെവലപ്പ് ചെയ്തെടുക്കണം. 6 മാസത്തിൽ വെള്ളം പോലെയാണ് കുറുക്ക് കൊടുക്കുന്നതെങ്കിൽ 7 മാസം ആകുമ്പോൾ അവർക്ക് ചെറുതായിട്ട് കട്ടിയുള്ള കുറുക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ 10 മാസമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് വേവിച്ച ഫിംഗർ ഫുഡ്സ്, നീളത്തിലരിഞ്ഞ ക്യാരറ്റോ പൊട്ടറ്റോസ് എന്താവട്ടെ അത് കഴിക്കാനായിട്ട് മക്കളെ ശീലിപ്പിക്കണം. എങ്കിൽ മാത്രമേ അവർ ചവയ്ക്കാനായിട്ട് ചെയ്യാനായിട്ട് പഠിക്കുകയുള്ളൂ. ചെയ്യാനായിട്ട് പഠിച്ചാൽ മാത്രമാണ് എന്തെങ്കിലും ആഹാരം അവരുടെ വായിൽ കിട്ടുമ്പോൾ അവരാദ്യം അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അവരെന്ത് പറ്റും, ഈ കുറുക്ക് കഴിച്ച് ശീലിച്ച കുട്ടിയാണെങ്കിൽ കുറുക്ക് ചവയ്ക്കേണ്ട കാര്യമില്ല അല്ലേ, വായിൽ സ്പൂണിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് അവർ വിഴുങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒരു കപ്പലണ്ടിയോ പോപ്കോണോ 1.5-2 വയസ്സൊക്കെ ആകുമ്പോൾ അവർ കഴിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ വിഴുങ്ങാനായിട്ടൊരു ടെൻഡൻസി കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇത് മനസ്സിൽ വെക്കുക. നമ്മളെപ്പോഴും ഫുഡ് കൺസിസ്റ്റൻസി മാറ്റി മക്കളെ ചെയ്യാനായിട്ട് എപ്പോഴും പഠിപ്പിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധയോടെ മനസ്സിൽ വെച്ചിട്ട് മാത്രം മക്കൾക്ക് ഫുഡ് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കുട്ടികളിൽ ഒരു സേഫ് ഈറ്റിംഗ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.